വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു നന്നായി വരട്ടിയെടുക്കാം. 1 കിലോ ബീഫുണ്ട്. പിന്നെ 2 തക്കാളി, അതുപോലെ തന്നെ 3 സവാള അരിഞ്ഞെടുത്തത്, പച്ചമുളക് ഒരു 4-5 എണ്ണം ഉണ്ട്. അതുപോലെ ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ കുറച്ച് ജാസ്തി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി. മുളകിൻ്റെ പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം 1 ടീസ്പൂണ്. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇടാം. മല്ലിയില, കറിവേപ്പില, ഇത്ര തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതാണ്, നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അത് മാത്രമല്ല, പിന്നെ നല്ലൊരു എന്താ പറയുക, നല്ല മയവും കിട്ടും. കുറച്ച് ഗരം മസാല പൗഡർ. അതിന് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. ഇതൊന്ന് നന്നായി കുഴച്ചെടുത്താൽ മതി. നല്ലോണം കുഴച്ചിട്ട് ഒരു 1/4 മണിക്കൂർ വെച്ച് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നല്ല പിടിക്കും മസാലയൊക്കെ. എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 1/4 മണിക്കൂർ മൂടി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആകുമ്പോൾ മസാലയൊക്കെ പിടിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കാം. നമുക്ക് ചേർത്ത് വെച്ച് ഇറച്ചി ഇതിലേക്ക് ഇട്ട് വെക്കാം. മുക്കാൽ മണിക്കൂർ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം വരും. ചേർത്ത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ഇളക്കിയിട്ട് മൂടി കൊടുത്താൽ മതി. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് മൂടിക്കൊടുക്കാം. ഒന്ന് നന്നായി ക്ലോസ് ചെയ്താൽ അത് അവിടെ അങ്ങനെ കഴിഞ്ഞ് വെന്തോളും. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലോസ് ചെയ്യാം. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്നിത് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ഇട്ടിട്ട്, ചെറിയ ഉള്ളി കടുകൊക്കെ മുക്കട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടുള്ളതുകൊണ്ട് കടുക് ഞാൻ പൊട്ടിക്കോളും. കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മൂത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ചുവന്ന മുളക് ഇട്ടെടുക്കാം. നന്നായി കഴിഞ്ഞ് നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്ന് നമുക്ക് കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത് കുറച്ചിട്ടെടുത്ത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. കുറച്ചിട്ടെടുത്താൽ മതി. നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് വെക്കാം. ഇതിൽ കടന്നിട്ടൊന്ന് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ ഈ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഞാൻ ബീഫ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ഇതുപോലെ നമുക്ക് ഇത് നന്നായി ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് മുരിഞ്ഞൊക്കെ. ബീഫൊക്കെ നല്ല വറ്റി എല്ലാം നന്നായി വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു ബീഫ് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇതുപോലൊരു ബീഫ് വെച്ച് നോക്കിയാൽ നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മസാല, ഗരം മസാല ഒക്കെ നമ്മൾ ആദ്യം ഇട്ടത്, പിന്നെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ലൊരു ബീഫ് വരട്ടിയെടുത്തതായത് കേട്ടോ. ഇതോടൊന്നും ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഈ ബീഫ് വെക്കുമ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുറച്ച് എല്ലുള്ളത് നല്ലതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ബീഫിന്. ചെറുനാരങ്ങൻ്റെ നീര്, കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരൊക്കെ ഒഴിച്ചിട്ട് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും വേണം, ലൈക്കും ചെയ്യണം. ഓക്കെ, ബൈ.